ബോംബെക്ക് പോയ ആളുടെ പിന്നെ ഒരു വിരലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ കേട്ടോ, വേറെ എവിടേക്കും പോയിട്ടില്ല. ഡ്യൂട്ടിയിൽ നല്ല തിരക്കിലായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റത് എങ്ങോട്ടാന്നുള്ളതല്ല വിചാരിക്കുന്നത്. ഇത് രാവിലെ അല്ല, ഇത് വൈകിട്ട് ഒരു 4 മണിയൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. രാവിലെ കിടന്ന് ഉറങ്ങിയതാ ഇപ്പോൾ എഴുന്നേക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് ഡ്രസ്സ് ചെയ്തൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ച കാര്യമാണ് ഏവിയേഷൻ എന്താ പാട്, അടിപൊളിയില്ലെന്നൊക്കെ. എന്നീ പുറമെ കാണുന്ന പോലെ അല്ല കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉറക്കും ഫാമിലിയും അതുപോലെ പല കാര്യങ്ങളും. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ ആട്ടോ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ മെട്രോ പിടിച്ച് നേരെ വിട്ടു മുംബൈയുടെ സ്വന്തം മറൈൻ ഡ്രൈവിലേക്ക്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മറൈൻ ഡ്രൈവിലേക്ക് വരുന്നത്. ഒരു 3-3.5 കിലോമീറ്ററോളം ഒരു കർവ് ഷേപ്പിലാണ് ഇത് രൂപപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്യൂൻസ് നെക്ലസ് എന്ന പേരാണ് അറിയപ്പെടുന്നത്. പിന്നെ സൺസെറ്റൊക്കെ കണ്ട് അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം. പിന്നെ 4 ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെ അധികം നേരമൊന്നുമില്ല. വേഗം വിട്ടു റൂമിലേക്ക്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇരിക്കാനുള്ള സംഭവം കണ്ടത്. പക്ഷെ ഇതിലിരിക്കാൻ കൊള്ളാം കേട്ടോ, നാട്ടിലുള്ള പോലെയല്ല. പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് കേട്ടോ ഇതാ ഒരു ബൈ അതിൻ്റെ മേലെ കയറിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. എനിക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ലോക്കൽ ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇന്ന് ട്രൈ ചെയ്തെങ്കിൽ നാളത്തെ ഡ്യൂട്ടി എനിക്ക് മുടങ്ങുമോ എന്നുള്ള ഡൗട്ടുണ്ട്. ഞാൻ അത് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ഹോട്ടലെത്തി ഞാൻ നല്ല രീതിയിൽ ഫുഡ് അടിച്ചു. ഇനി കിടന്ന് ഉറങ്ങട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.